അപ്പോൾ ഡൽഹി കേന്ദ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഡൽഹി അധികാര കേന്ദ്രമായിട്ടുള്ള രാജവംശങ്ങളെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് നമ്മളിലൊക്കെ ഉൾപ്പെടുന്ന ഭാഗം, അതായത് ദക്ഷിണേന്ത്യ. ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ മധ്യകാലഘട്ടത്തിൽ ഈ ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിന്നിരുന്ന പ്രധാന രാജ്യങ്ങളുടെ പേരുകൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 4 ഉണ്ട്. ഏതൊക്കെയാ? ചോളരാജ്യം, വിജയനഗരം, ബഹമിനി, മറാത്ത. ഈ 4 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചോളരാജ്യം, വിജയനഗരവും ബഹമിനിയും ഈ 3 രാജ്യങ്ങളുണ്ടായിരുന്നത് ദക്ഷിണേന്ത്യയിലാണ്. മറാത്ത രാജ്യമുണ്ടായിരുന്നത് എവിടെയാണ്? പശ്ചിമേന്ത്യയിലാണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏത്? ചോളരാജ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഭൂപടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മളെ ഇന്ത്യ കണ്ടല്ലോ. ഇതാ നീല നിറത്തിൽ ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കിടക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ആ നിറം വ്യാപിച്ച് വെച്ചിട്ടുണ്ട്. മലേഷ്യ, അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ദ്വീപുകളുടെ ഭാഗത്തൊക്കെ ഈ നീല നിറം വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം എന്നറിയോ? ഒരു രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽപ്പെടുന്ന പ്രദേശങ്ങളെയാണ്, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളെയാണ് ഈ ഒരേ നിറത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് വരെ ആധിപത്യം ഉണ്ടായിരുന്ന രാജാക്കന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. ആരായിരുന്നു അവർ? ചോള രാജാക്കന്മാരായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്രയും ദൂരെ വരെ ഇവർക്ക് ഈ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ പറ്റിയത്? അവർക്ക് ശക്തമായ നാവിക സൈന്യമുണ്ടായിരുന്നു. വെള്ളത്തിൽ കൂടി പോയി അല്ലെങ്കിൽ കടലിൽ കൂടി പോയി യാത്ര ചെയ്ത് യുദ്ധം ചെയ്യുന്ന സൈന്യം, നാവികസേന ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചോള രാജാക്കന്മാർക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ പറ്റിയത്. ഇനി എപ്പോഴാണ് ഇവർ ഇന്ത്യ ഭരിച്ചിരുന്നത്? 9-ാം നൂറ്റാണ്ടിലാണ്. CE 9-ാം നൂറ്റാണ്ടോടെയാണ് ചോളരാജ്യം പ്രബലമായത്, അല്ലെങ്കിൽ ചോള രാജവംശം പ്രബലമായത്. അപ്പോൾ ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 രാജാക്കന്മാരാണ് രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. അവരവരുടെ രാജവംശത്തിൻ്റെ പേര് കൂടിയിട്ടാണ് രാജാക്കന്മാരുടെ പേര് പറയുക. ഓക്കെ, അപ്പോൾ രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ എന്നിവരായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. അപ്പോൾ ശക്തമായ നാവികസേന ചോള രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ഇവരുടെ സ്വാധീനം എവിടം വരെ എത്തിയിരുന്നു? മലേഷ്യയും ഇന്തോനേഷ്യൻ ദ്വീപുകൾ വരെ എത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. മുഗൾ രാജാക്കന്മാർക്കൊന്നും ഈ ഒരു ഇത്രയും വലിയൊരു പ്രദേശത്തേക്ക് അവരുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ട്? അവർ കടലിൻ്റെ തീരത്തല്ല അവരുടെ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കടലുമായിട്ട് മല്ലടിച്ച് യുദ്ധം ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ കടൽ തീരത്തോടടുത്തുണ്ടായിരുന്ന രാജവംശങ്ങൾ എന്ത് ചെയ്തു? കടൽ കൂടി അവരുടെ അധീനതയിൽപ്പെടുത്താൻ വേണ്ടി ശക്തമായ നാവികസേന രൂപീകരിച്ചിരുന്നു. അത് അങ്ങനെ നമ്മുടെ ചോള രാജാക്കന്മാർക്ക് ഇന്തോനേഷ്യ, മലേഷ്യ, അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ ദ്വീപുകളും മലേഷ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് അവരുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ പറ്റിയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് 2ാമത്തെ രാജ്യം. ഏതാ? വിജയനഗരം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പഴയൊരു കുറിപ്പ് പോലെ കാണാം. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ആരാ എഴുതിയത്? അബ്ദുർ റസാഖ് എന്നുള്ള വ്യക്തിയാണ് എഴുതിയത്. ഇദ്ദേഹം ഒരു പേർഷ്യൻ സഞ്ചാരിയായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ എഴുതിയ കാര്യങ്ങളാണ്. ഈ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ടവും പതിവായി കൃഷി ഇറക്കുന്നതും ആണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. മനസ്സിലായല്ലോ? അതിശക്തമായ സൈന്യമാണ് ആർക്കുണ്ടായിരുന്നത്? വിജയനഗര രാജ്യത്തിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുറിപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും?
ശക്തമായ സൈന്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ധാരാളം തുറമുഖങ്ങളുണ്ടായിരുന്നു മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ കൃഷിയെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രാജ്യത്തിൻ്റെ വിസ്തൃതിയെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കുറിക്കണം. ഓക്കെ, ആരാണ് ഈ കുറിപ്പ് എഴുതിയത്? പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൾ റസാഖാണ്. ഓക്കെ, ഇനി വിജയനഗര സാമ്രാജ്യത്തെപ്പറ്റി നമ്മൾക്ക് കേട്ടുപരിചയമുള്ള ഒരു പ്രശസ്തനായ രാജാവ് ഉണ്ടാവും, കൃഷ്ണദേവരായർ. എന്തുകൊണ്ടാണ് കൃഷ്ണദേവരായർ നമ്മൾക്ക് പരിചിതമായത്? തെന്നാലി രാമൻ കഥകളിലൂടെ നമ്മൾക്ക് സുപരിചിതമായ പേരാണ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലുള്ള ഒരു വിദൂഷകൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഉദ്യോഗസ്ഥനായിരുന്നു അംഗമായിരുന്നു തെന്നാലി രാമൻ. അപ്പോൾ ഓർത്ത് വെക്കണം, അങ്ങനെ നമുക്ക് കേട്ടുപരിചയമുള്ള പേരാണ് കൃഷ്ണദേവരായർ. പക്ഷേ കൃഷ്ണദേവരായർ ആയിരുന്നില്ല ഈ വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകൻ. വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അടുത്ത ഇതിൽ നമ്മൾക്ക് കാണാൻ പറ്റും. ഹരിഹരനും ബുക്കൻ എന്നു പേരായ 2 പേരായിരുന്നു വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകർ. ഓക്കെ, ഇത് ഹരിഹരൻ, ബുക്കൻ എന്നീ പേരുകളിലുള്ള ആളുകളായിരുന്നു, അല്ലെങ്കിൽ ഇവർ 2 പേരായിരുന്നു വിജയനഗര സാമ്രാജ്യം അല്ലെങ്കിൽ വിജയനഗര രാജ്യം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ദേവരായർ ആയിരുന്നു വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി എന്നും കൂടി ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, വിജയനഗര രാജ്യം രൂപീകരിക്കപ്പെട്ടത് എപ്പോഴായിരുന്നു? CE 14-ാം നൂറ്റാണ്ടിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ രാജ്യത്തെപ്പറ്റി നമ്മൾ പഠിച്ചത് CE 9-ാം നൂറ്റാണ്ടിലാണ് ചോളരാജ്യം പ്രബലമായെന്നാണ്. CE 14-ാം നൂറ്റാണ്ടിലാണ് ഏത് രാജ്യം നിലവിൽ വന്നത്? വിജയനഗര രാജ്യം നിലവിൽ വന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്ത രാജ്യത്തിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ഏതാണ്? ബാമിനി രാജ്യം. ബാമിനി രാജ്യം നമ്മൾ ഇപ്പോൾ 3-ാമത്തെ രാജ്യത്തിലേക്ക് പോയത്. ഈ ചോളരാജ്യവും വിജയനഗരവും ബാമിനിയും ഏത് പ്രദേശത്താണ്? ദക്ഷിണേന്ത്യൻ പ്രദേശത്താണ്. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യൻ പ്രദേശത്തുള്ള അവസാനത്തെ രാജ്യം, 3-ാമത്തെ രാജ്യം ബാമിനി രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ബാമിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? നല്ലൊരു പേരാണ്, കുറച്ച് കടുപ്പുള്ള പേരാണ്, പക്ഷേ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പേരാണ്. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. അപ്പോൾ ഈ ബാമൻ ഷാ എന്നുള്ള പേരിൽ നിന്നാണ് ബാമിനി എന്നുള്ള പേര് രാജ്യത്തിന് കിട്ടിയത്. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആയിരുന്നു ഈ രാജ്യത്തിൻ്റെ, ബാമിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ ഈ ബാമിനി രാജ്യത്തിൽ കൂടിയാണ് ഏതൊക്കെ നദികൾ ഒഴുകിയിരുന്നത്? കൃഷ്ണ നദിയും തുംഗഭദ്ര നദിയും ഒഴുകിയിരുന്നത്. അപ്പോൾ ഈ കൃഷ്ണ നദിയും തുംഗഭദ്ര നദിക്ക് ഒരു പ്രത്യേകത ഉള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഈ നമ്മളുടെ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നദികളൊക്കെയാണ് ഏത്? അല്ലെങ്കിൽ ഒരുപാട് ഫലപുഷ്ടിയുള്ള നദീതടങ്ങളുള്ള നദികളാണ് ഏതൊക്കെ നദി? കൃഷ്ണ നദിയും തുംഗഭദ്ര നദിയും. ഓക്കെ, അപ്പോൾ ഈ നദികൾക്കിടയിലാണ് റൈച്ചൂർ എന്നുള്ള പ്രദേശമുണ്ടായിരുന്നത്. ഈ റൈച്ചൂർ പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഈ 2 നദികൾക്കിടയിൽപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായിരുന്നു റൈച്ചൂരിലേത്. അതുപോലെ ജലസേചന സൗകര്യം ഉള്ളതുകൊണ്ട് ഒരുപാട് നെൽകൃഷിയും അല്ലെങ്കിൽ നെൽകൃഷി ഉള്ള സ്ഥലമായിരുന്നു റൈച്ചൂർ. അപ്പോൾ ഒരുപാട് നെൽകൃഷി ഉള്ളത് കൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് റൈച്ചൂർ. ഓർത്ത് വെക്കണം, ചോദ്യം വരും. അപ്പോൾ ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വേണ്ടി, അപ്പോൾ മുൻപ് നമ്മളുടെ ഡൽഹി കീഴ്പ്പെടുത്താനൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ ഡൽഹി കീഴ്പ്പെടുത്താൻ നോക്കിയത്? ഫലപുഷ്ടിയുള്ള പ്രദേശമായിരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ റൈച്ചൂർ നല്ല ഫലപുഷ്ടമായ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി പല ഭരണാധികാരികളും, അതായത് ഈ ബാമിനി രാജ്യത്താണല്ലോ ഈ നമ്മുടെ റൈച്ചൂർ കിടക്കുന്നത്. അപ്പോൾ ബാമിനി രാജ്യത്തോടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിജയനഗര നഗരവും പിന്നെ ബാമിനി രാജ്യത്തെ ഭരണാധികാരികളും തമ്മിൽ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാമിനി രാജ്യത്തെ പറ്റിയൊക്കെ ഇനി പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഇന്ത്യയുടെ
ഭൂപടം നോക്കണം. എന്നിട്ട് റൈച്ചൂർ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഇന്ത്യയിലുള്ളതെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് നോട്ടിൽ എഴുതുകയും വേണം. ഇനി ചോദ്യമുണ്ട്, എന്താണ്? റൈച്ചൂർ പ്രദേശങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്താൻ വിജയനഗര ബാമിനി രാജാക്കന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? റൈച്ചൂർ പ്രദേശം കൃഷ്ണാനദിക്കും തുംഗഭദ്ര നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം അതീവ ഫലഭൂയിഷ്ടമായ പ്രദേശമായിരുന്നു. തന്മൂലം ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയായിരുന്നു ഏത്? റൈച്ചൂർ. അതിനാലാണ് റൈച്ചൂർ കീഴ്പ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ റൈച്ചൂർ കീഴടക്കാൻ വേണ്ടി വിജയനഗര രാജാക്കന്മാരും അതുപോലെ ബാമിനി രാജാക്കന്മാരും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഓക്കെ ആണല്ലോ? ശരി, ഇനി നമ്മൾക്ക് അടുത്തത് പോകേണ്ടത് അവസാന ഭാഗത്തേക്കാണ്. പാഠത്തിൻ്റെ ഏതാണ്? ഇതാ, നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഭൂപടം കാണാം. പശ്ചിമേന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാജ്യം ഉണ്ടായിരുന്നു, മറാത്ത രാജ്യം. ഈ മറാത്ത രാജ്യത്തിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾക്കിനി പോകേണ്ടത്. ഓക്കെ, അപ്പോൾ CE 14-ാം നൂറ്റാണ്ടിൽ വിജയനഗരം സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. CE 17-ാം നൂറ്റാണ്ടിലാണ് ഏത് രാജ്യം നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യം പ്രബല ശക്തിയായിട്ട് മാറിയത്? മറാത്ത. ഇപ്പോൾ മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത് 17-ാം നൂറ്റാണ്ടിലാണ്. മറാത്ത രാജ്യത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഇവിടെ നീല നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പൂനെ ഉൾപ്പെടുന്നുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നദിയൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഈ നമ്മൾ മുൻപ് പഠിച്ചത് ഒരു ഡൽഹിയിലെ കോട്ടകൊത്തളങ്ങൾ കെട്ടാൻ വേണ്ടിയിട്ട് ആരവല്ലി പർവ്വതവും അതുപോലെ തന്നെ ഗതാഗതത്തിന് യമുന നദിയൊക്കെ ഡൽഹിയെ സഹായിച്ചിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഇവിടെയുണ്ട്. ഇവിടെ വിന്ധ്യാസതപുര പർവ്വതവും നർമ്മദ താപ്തി നദികളും മറാത്ത പ്രദേശങ്ങളെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. പിന്നെ അതുകൂടാതെ ഈ മറാത്ത ഭാഷ, അല്ലെങ്കിൽ മറാഠി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധവും വളർത്തി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡൽഹിയെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാതെ ആരവല്ലി പർവ്വതവും യമുന നദിയും സംരക്ഷിച്ചതുപോലെ തന്നെ ഈ നമ്മുടെ മറാത്ത രാജ്യത്തിൻ്റെ പ്രകൃതിദത്തമായ സംരക്ഷണം ആര് കൊടുത്തു? അല്ലെങ്കിൽ ഏത് പർവ്വതങ്ങളും ഏത് നദികളും കൂടി കൊടുത്തു? വിന്ധ്യാസതപുര പർവ്വതങ്ങളും അതുപോലെ തന്നെ നർമ്മദ താപ്തി നദികളും കൂടി കൊടുത്തു. അപ്പോൾ അത് ഓർത്തു വെക്കണം. പിന്നെ അതുകൂടാതെ ഒരേ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ തമ്മിൽ ഒരു ഐക്യബോധം വളർത്താൻ വേണ്ടിയിട്ട് മറാത്തി ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾക്ക് ഒരു ഐക്യബോധം വളർത്തിയിരുന്നു. അതുപോലെ സാഹിത്യവും ജനങ്ങളുടെ ഐക്യബോധം വളർത്തിയിരുന്നു. അതുകൊണ്ട് ഈ രാജ്യം ശക്തമായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അടുത്ത ചോദ്യമായിട്ട് ഓർത്തു വെക്കണം. എന്താണ് മറാത്ത, അല്ലെങ്കിൽ മറാത്തകളുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽപ്പെട്ട വിന്ധ്യസതപുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദികളും, അത് ഒരു പോയിൻ്റ്. രണ്ടാമത്തത് മറാത്ത ഭാഷയും സാഹിത്യവും. പിന്നെ ഈ മറാത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ഒരു സ്ഥാനപ്പേര് നൽകി വിളിച്ചിരുന്നു. എന്താണ് സ്ഥാനപ്പേര്? ഛത്രപതി എന്ന സ്ഥാനപ്പേര് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആൾക്കാരുണ്ടായിരുന്നത് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന നമ്മൾക്ക് കേട്ട് പരിചയമുള്ളൊരു പേരാണ് ശിവജി. ഛത്രപതി ശിവജി എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മൾ അറിയപ്പെട്ടിരുന്നത്. നമ്മൾ കേട്ട് വരുന്നതും ഛത്രപതി ശിവജി എന്ന് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ മറാത്ത രാജ്യത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ തുറമുഖങ്ങളോട് ചേർന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ശക്തമായ നാവികസേന എന്ത് ചെയ്തിരുന്നു? കാത്തു സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ കരസേന ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. നാവികസേന, കരസേന, ഇത് രണ്ടും നല്ല ശക്തമായ നാവികസേനയും ഉണ്ടായിരുന്നു, കരസേനയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മറാത്തകളുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകമായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൂനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മളുടെ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതൊക്കെ വളരെ സംഗ്രഹമായിട്ട് ചുരുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇതാ സംഗ്രഹം എന്ന് വെച്ചാൽ ചുരുക്കം. ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. നമ്മൾ പഠിച്ചു ആരവല്ലി പർവ്വതനിരകളും യമുന നദിയും, പിന്നെ അതുകൂടാതെ ഫലപുഷ്ടമായ പ്രദേശങ്ങളും. ഇനി തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമായി മാറിയത്. നമ്മൾ പറഞ്ഞതാണല്ലോ, രജപുത്ര വംശത്തിൽപ്പെട്ട രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാർ, അവരുടെ കാലത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായത്. അതുപോലെ തന്നെ ചൗഹാന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡൽഹി ആസ്ഥാനമായാണ് സൽത്തനത്ത് ഭരണം സ്ഥാപിക്കപ്പെട്ടത്. അത് നമ്മൾ പറഞ്ഞു, സുൽത്താനേറ്റ് ഭരണം. ഓക്കെ, അപ്പോൾ സുൽത്താൻ ഭരണത്തിൽപ്പെട്ട രാജവംശങ്ങൾ ഓർമ്മിക്കാനൊക്കെ നമ്മളൊരു കോഡൊക്കെ പറഞ്ഞായിരുന്നു. അഖിത്ത് സല എന്നുള്ള കോഡൊക്കെ പറഞ്ഞായിരുന്നു, അതൊക്കെ ഓർത്ത് വെക്കണം. ഇനി അലാവുദ്ദീൻ ഖൽജിയുടെയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെയും ഭരണകാലത്ത് സൽത്തനത്ത് ഭരണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. നമ്മൾ അതും പറഞ്ഞതാണ്. സൽത്തനത്തിൻ്റെ വ്യാപനത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണിത്. ഓക്കെ, ഇനി 1526 പാനിപ്പറ്റ് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ ആര് പരാജയപ്പെടുത്തി? ബാബർ പരാജയപ്പെടുത്തി. തുടർന്ന് മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചു. അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബറും ഔറംഗസേബും പ്രധാന പങ്ക് വഹിച്ചു. അക്ബറിൻ്റെയും ഔറംഗസേബിൻ്റെയും കാലത്താണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ അക്ബർ കുറേ വിസ്തൃതപ്പെടുത്തി. കൂടാതെ ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ പരമാവധി യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ട് ഓരോ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി. അങ്ങനെ ഏറ്റവും കൂടുതൽ വിസ്തൃതമായ മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് ഔറംഗസേബിൻ്റെ കാലത്താണെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി മധ്യകാലഘട്ടത്തിൽ പശ്ചിമേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വ്യത്യസ്തമായ അധികാര കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു. വ്യത്യസ്തമായ അധികാര കേന്ദ്രങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത്. ഏതൊക്കെയാണ്? ചോളരാജ്യം, വിജയനഗരം, ബാമിനി, അതുപോലെ മറാത്ത രാജ്യങ്ങൾ. ഇത് ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലുമായി നിലനിന്നിരുന്ന വ്യത്യസ്തമായ അധികാര കേന്ദ്രങ്ങൾ ആയിരുന്നു. മനസ്സിലായല്ലോ? ഇനി ലാസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് കൂടിയുണ്ട്, അതും കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പാഠത്തിൻ്റെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മധ്യകാല ഇന്ത്യ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് ഡൽഹി കേന്ദ്രമായിട്ടുള്ളതും ദക്ഷിണേന്ത്യയും പശ്ചിമേന്ത്യയും കേന്ദ്രമായിട്ടുള്ള രണ്ട് തരത്തിലേക്ക് ഈ രാജവംശങ്ങളെ തരംതിരിച്ചിരിക്കുകയാണ്. ഡൽഹി കേന്ദ്രമായിട്ട് ഏത് രാജവംശമാണ്? തോമര രാജവംശമുണ്ട്, പിന്നെ ചൗഹാൻ രാജവംശമുണ്ട്, പിന്നെ സൽത്തനത്ത് ഭരണം വന്നു, പിന്നെ മുഗൾ ഭരണം വന്നു. ഇതൊക്കെ ഡൽഹിയെ കേന്ദ്രമാക്കി മധ്യകാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന രാജവംശങ്ങളാണ്. അപ്പോൾ അതേ സമയത്ത് ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും എന്തായിരുന്നു? ചോളന്മാരുണ്ടായിരുന്നു, വിജയനഗരം ഉണ്ടായിരുന്നു, ബാമിനി ഉണ്ടായിരുന്നു, പിന്നെ പശ്ചിമേന്ത്യയിൽ മറാഠകളുണ്ടായിരുന്നു. അപ്പോൾ റെഡി ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. പിന്നെ ഓർത്തു വെക്കുന്നത് മാത്രമല്ല, നോട്ട്സ് തയ്യാറാക്കണം. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പൂരിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പൂരിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പറയുക, എഴുതി കഴിഞ്ഞു എന്ന് പറയുക. 1-2 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോട് കൂടി ഞാൻ ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതും കൂടി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി തയ്യാറാക്കി വെക്കണം. മാത്രമല്ല പഠിക്കുകയും കൂടി വേണം. പിന്നെ വിലയിരുത്താമെന്നുള്ള ഭാഗമാണ് നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.